ഇപ്പോൾ തിരുവനന്തപുരം മാരാർജി ഭവനിൽ ബി.ജെ.പിയുടെ സ്ഥാപന ദിനാഘോഷം പുരോഗമിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കേരളത്തിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് പതാക ഉയർത്തി ഈ ആഘോഷത്തിൽ പങ്കാളിയാകുന്നത്. എന്തായാലും അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറയുക എന്നുള്ളത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അമിത്ഷാ കേരളത്തിലുണ്ട്. ഇപ്പോൾ വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, ബി.ജെ.പിയുടെ സ്ഥാപന ദിനാഘോഷത്തിൽ അമിത്ഷാ പങ്കെടുക്കുന്നു. കാര്യങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? അല്പസമയം മുമ്പാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പതാക ഉയർത്തിയത്. ബി.ജെ.പിയുടെ സ്ഥാപക ദിനമാണ്. സ്ഥാപക ദിനത്തോടനുബന്ധിച്ചാണ് അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്തുള്ള മാരാർജി ഭവനിലെത്തുകയും പതാക ഉയർത്തുകയും ചെയ്ത്. മുതിർന്ന സംസ്ഥാന ബി.ജെ.പി നേതാക്കളെല്ലാം തന്നെ സ്ഥലത്തുണ്ടായിരുന്നു. അല്പസമയത്തിനകം തന്നെ മാരാരുടെ പുഷ്പാർച്ചന നടത്തും. സ്റ്റാച്യുവിന് മുമ്പിൽ പുഷ്പാർച്ചന ഉൾപ്പെടെയുള്ള അതിലേക്ക് പോകും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇന്നലെ മുതൽ തന്നെ അമിത്ഷാ കേരളത്തിലുണ്ട്. കേരളത്തിലെ പ്രചാരണ പരിപാടികൾ, ബി.ജെ.പി സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടികളിലെല്ലാം തന്നെ സജീവമായിരുന്നു. ഇന്നാണിപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ളത്. തിരുവനന്തപുരത്ത് മറ്റ് പ്രചാരണ പരിപാടിയുടെ ഭാഗമാകുന്നതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സ്ഥാപക ദിനത്തിൽ പതാക ഉയർത്തുകൂടി ചെയ്തിട്ടുള്ളത്.